ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിയാൻ നിത്തോസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിവാൻഡ്രത്തേക്കാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ട്രിവാൻഡ്രം പോകുന്നത്. അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഫസ്റ്റിന് ഞങ്ങൾ തലേന്നാണ് പാക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇത്. ഞാൻ ഇൻട്രോ എടുത്തിട്ടുള്ളത് പോകുന്ന അന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോൻ്റെതും ഏട്ടൻ്റെതും എൻ്റെതൊക്കെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ സമയത്ത് നൈറ്റ് ഭയങ്കര കളിയിലായിരുന്നു. എൻ്റെ ബാഗ് എടുക്കുക, അതിൽ ഓരോന്ന് നോക്കുക, അതിൻ്റെ ഓരോരോ തിരക്കിലായിരുന്നു മൂപ്പരാൾ. ഇതാ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. മോനെയൊക്കെ മാറ്റി നിർത്തി. മൂപ്പരാൾ എന്നാലും കളിയിൽ എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. രാത്രിയായിരുന്നു. ഒരു 9:30 ട്രെയിന്. അപ്പം ഞങ്ങളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. ഒരു അരമണിക്കൂറോളം ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. 3/4 മണിക്കൂറോളം ഉണ്ട്. അപ്പം പോകുന്ന വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഞങ്ങളെ ട്രെയിൻ വരുന്നത്. അപ്പം 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. 9:30 ട്രെയിന്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ധൈര്യമാണല്ലോ. ട്രെയിൻ മിസ്സാവാതിരിക്കാനാണല്ലോ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ. പിന്നെ ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തീവണ്ടി കാണാനായിട്ട്. ട്രെയിൻ കാണുമ്പോൾ തന്നെ കുക്കു തീവണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അങ്ങനെ അവിടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആൾ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിങ് തന്നെയായിരുന്നു. 9:30 ഇപ്പോഴേക്ക് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ടയർ AC ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കയറാൻ വേണ്ടി നിൽക്കുകയാണ്. കയറി കഴിഞ്ഞപ്പോൾ നൈറ്റ് ഭയങ്കര കളിയായിരുന്നു ഉള്ളിൽ കയറിയിട്ട്. പിറ്റേ ദിവസമായിട്ടുണ്ട്. രാവിലെ ആയി. ഏകദേശം എത്താനുള്ള സമയമായി. 7:15 ആകുമ്പോഴാണ് അവിടെ എത്തുക. നൈറ്റൂസൊക്കെ നല്ല ഉഷാറായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. മൂപ്പരാൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. ഏകദേശം ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്താനായിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു.
ട്രിവാൻഡ്രം സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഓട്ടോ പിടിക്കുകയാണ് ചെയ്തത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്, അവരുടെ അടുത്തേക്ക്. അവരുടെ വൈഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ആ ചേച്ചിയുടെ വീടുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് അവിടുന്ന് നേരെ തൊഴാൻ വേണ്ടി പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൻ്റെ വീട് കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ട് കഴിഞ്ഞിട്ട് അവിടേക്ക് അവരുടെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഫോണൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഫോണ്, സ്മാർട്ട് വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, ഒക്കെ അവിടെ വെച്ചിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഏട്ടൻ അതൊക്കെ എൻ്റെ ബാഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പിന്നെ അപ്പോൾ അവിടേക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പുറത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ, വരി നിന്നിട്ട്. പക്ഷെ പെട്ടെന്ന് വരി പോയതുകൊണ്ട് വേഗം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി. നൈത്തൂസിന് അവിടുത്തെ കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോൾ മൂപ്പരെന്നെ സെലക്ട് ചെയ്തതാണ് കാറ്. അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടേക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് നിന്ന് 5 മിനിറ്റേ ഉള്ളൂ നടക്കാനുണ്ടായിരുന്നുള്ളൂ. അവിടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫോണൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പുറത്ത് തന്നെയാണ് ഒക്കെ. പിന്നെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ കുറച്ച് മോന് അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തങ്ങനെ തിരക്കില്ലാത്തതുകൊണ്ട് മോൻ കുറച്ച് ഓടി കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിലേക്കായിരുന്നു കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് സൂവിൻ്റെ അവിടേക്ക് പോരുമായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ സൂ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം വരുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് വരുന്നത് ഇവിടെ. പിന്നെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ പുറത്ത് വെക്കണം, അല്ലെങ്കിൽ 20 രൂപ അടച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാം. ഫസ്റ്റ് തന്നെ കാട്ടുപോത്തിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാട്ടുപോത്തിൽ തുടങ്ങിയിട്ട് ഒരുപാട് മൃഗങ്ങളും പലതരം പക്ഷികളും പലതരം പാമ്പുകളും ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം.
അങ്ങനെ സിംഹത്തിനെയും പുലിനെയും കടുവേനെയും പിന്നെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. അവിടെയുള്ള എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോയിലുള്ളത് മാത്രമൊന്നല്ല, ഒരുപാട് ജീവജാലങ്ങളുണ്ട് അവിടെ. ഇവിടെ സൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഉള്ളിലേക്ക് കയറാനായിട്ട് ചാർജ് വരുന്നത് 20 രൂപയാണ്. ഞങ്ങൾ ഫസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഒരു ഉച്ച സമയമായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മറ്റ് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.